ഹായ് ഓൾ. പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ കുറച്ച് ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി, വർക്ക് എത്തിക്സ്. അപ്പോൾ ഫസ്റ്റ് എത്തിക്സ് എന്ന് പറയുന്ന വേർഡിൻ്റെ കോൺസെപ്റ്റ് പല ആൾക്കാരും മനസ്സിലാക്കിയിരിക്കുന്നത് ഡിഫറെൻ്റ് ആണ്, ബേസ്ഡ് ഓൺ ദെയർ വാല്യൂസ് ആൻഡ് മോറൽസ്. മോറൽസ് എന്ന് പറഞ്ഞാൽ ഒരാൾ വിശ്വസിക്കുന്ന വാല്യൂസ് ആൻഡ് ബിലീഫ്സ് ബേസ് ചെയ്ത് വാട്ട് ഈസ് റൈറ്റ് ഓർ വാട്ട് ഈസ് റോങ് എന്ന് ഒരു ഇൻഡിവിജ്വൽ ബേസിൽ ഒരാൾ ഡിസൈഡ് ചെയ്യുന്നതിന് നമുക്ക് മോറൽസ് എന്ന് പറയാൻ പറ്റും. ബട്ട് എത്തിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ വ്യൂ പോയിൻ്റ് കുറച്ചും കൂടെ ബ്രോഡറാണ്. ലൈക്ക് ഇൻ എ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിൽ അവർ ഒരുമിച്ച് ദിസ് ഈസ് മോറലി കറക്റ്റ് എന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കളക്റ്റീവായിട്ടുള്ള തോട്ടിനെ നമുക്ക് എത്തിക്സ് എന്ന് ഡിഫൈൻ ചെയ്യാം. സിംപ്ലി പറയുകയാണെങ്കിൽ വാട്ട് ഈസ് മോറലി കറക്റ്റ്, അതിനെ എത്തിക്സ് എന്ന് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എത്തിക്സിനെ പറ്റി സ്റ്റഡി ചെയ്ത് അതിൻ്റെ ഗുഡ് ആൻഡ് ബാഡ് സൈഡ് മനസ്സിലാക്കുന്നതിലൂടെ ഒരു സൊസൈറ്റി ഇൻ ജനറൽ വെൽബീയിങ്ങും ഹാപ്പിനെസ്സും നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ ഉണ്ടെന്ന് വിചാരിച്ചു, ലൈക്ക് എ പ്രോബ്ലം. അതിനെപ്പറ്റി അന്വേഷിച്ച് അതിലെ ഫാക്ട്സ് ആൻഡ് ബിലീഫ്സിനെയൊക്കെ നമ്മൾ വേർതിരിച്ചെടുത്ത് ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി ചെയ്യുമ്പോൾ അറ്റ് ദ സെയിം ടൈം ഈ മോറൽ കോഡ്സും കൂടെ നോക്കി അനുസരിച്ച് ഒരു ഡിസിഷൻ ഉണ്ടാക്കി ഒരു ബെറ്റർ ലീവിങ് കണ്ടീഷൻ ഉണ്ടാക്കാൻ നമുക്ക് എത്തിക്സിലൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു സെയിം പ്രൊസീജിയർ റിലീജിയൻസിലുണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ എത്തിക്സ് ബേസിക്കലി ലോജിക്കിനെ ബേസ് ചെയ്തായിരിക്കും, ലൈക്ക് ഫാക്ട്സും അങ്ങനെയായിരിക്കും എത്തിക്സ് ഡിസൈഡ് ചെയ്യുന്നത്. ബട്ട് റിലീജിയൻ അത് ബിലീഫായിരിക്കും, ലൈക്ക് പ്രാക്ടിക്കൽ റീസൺസ്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വിശ്വസിക്കുന്നതിന് മിക്കവാറും ഒരു പ്രാക്ടിക്കൽ റീസൺസ് നൽകാറില്ല. അതുപോലെ തന്നെ റിലീജിയൻസ് ഡിഫറൻസ് ഉണ്ട്, ലൈക്ക് ഓരോ സ്ഥലം മാറുമ്പോഴും ലാംഗ്വേജോ കാസ്റ്റോ അതിൻ്റെ എന്തെങ്കിലും ബേസിൽ റിലീജിയൻസ് ഡിഫറെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യൂ പോയിൻറ്റ്സും ബിലീഫ്സും ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷേ എത്തിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇതിന് ബിയോണ്ട് ദ ബൗണ്ടറീസ് എന്നൊരു ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് എത്തിക്സ് യൂണിവേഴ്സലി ആണ്, എല്ലായിടവും ഒരു മോറലി കറക്റ്റ്, മിക്കവാറും എല്ലായിടത്തും മോറലി കറക്റ്റ് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ ട്രെയ്റ്റ് ആണ്. അതായത് അയാൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും അയാളുടെ ഒരു മോറൽസും വാല്യൂസിനും അയാൾ എത്രമാത്രം ആത്മാർത്ഥത നൽകുന്നു, ലൈക്ക് എ ഡിഗ്രി ഓഫ് ഹോണസ്റ്റി, അതിനെ നമുക്ക് ഇൻറ്റഗ്രിറ്റി എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരാൾ ഒരു പ്രോബ്ലം വരുമ്പോൾ അതിൽ ഒരാൾ വിശ്വസിക്കുന്നതിനപ്പുറം വാട്ട് ഈസ് ദ ട്രൂ ഫാക്റ്റ്, അവിടെ ഉണ്ടായിരിക്കുന്ന ഫാക്ട്സിനെ കളക്ട് ചെയ്ത് ഒരു വെൽ ഇൻഫോംഡ് ഡിസിഷൻ ഉണ്ടാക്കാനായിരിക്കും അയാൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഇങ്ങനെയുള്ള ആൾക്കാർ എടുക്കുന്ന ഡിസിഷൻസ് റൈറ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരെ സൊസൈറ്റിയിലായാലും അല്ലാതെ വർക്ക് പ്ലേസിലായാലും ബഹുമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും ഒരു ലീഡറിൻ്റെ വ്യൂ പോയിന്റിലായിരിക്കും ഇയാളുടെ കാണുന്നത്. ബിക്കോസ് ബേസിക്കലി ഇയാൾ ഫാക്ട്സിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കും ഒരു ഡിസിഷൻ ഉണ്ടാക്കുന്നത്. പേഴ്സണൽ അഡ്വാൻറ്റേജിനെ അല്ലാതെ കൂടുതൽ ഒരു കളക്റ്റീവായിട്ട് ഇതാണോ മോറലി റൈറ്റ് എന്ന ഒരു വ്യൂ പോയിന്റിലായിരിക്കും ഇങ്ങനത്തെ ആൾക്കാർ നോക്കുന്നത്. സോ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. പ്രൊഫഷണലായാലും അക്കാഡമിക്കിലായാലും മോറൽ ഇൻറ്റഗ്രിറ്റി, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഇൻറ്റഗ്രിറ്റി ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ അസൈൻമെൻറ്റ്സോ പ്രോജക്ട്സോ ഒരു വേറെ ഒരാളുടെ സോഴ്സ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ അയാളുടെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ വർക്കിൽ അയാളുടെ കോൺട്രിബ്യൂഷനെ മെൻഷൻ ചെയ്യാത്തത് ഒരു അക്കാഡമിക് ഇൻറ്റഗ്രിറ്റിക്ക് എതിരാണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡോക്ടർ ഒരു ഡ്രഗ് കമ്പനിക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഒരു പേഷ്യൻറ്റിന് ആവശ്യത്തിൽ കൂടുതൽ ഡ്രഗ്സ് പ്രിസ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പേഷ്യൻറ്റിന് അത് ആവശ്യമില്ല, ബട്ട് ഡ്രഗ് കമ്പനീസിന് കുറച്ച് അഡ്വാൻറ്റേജസ് ആയിട്ട് എടുക്കും. ഇങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ അവിടെ പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി ബ്രേക്ക് ആവുകയാണ്. അടുത്ത ടോപ്പിക്കാണ് വർക്ക് എത്തിക്സ്. വർക്ക് എത്തിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സൊസൈറ്റി ആൻഡ് ഇൻഡസ്ട്രിയുടെ ഒരു കളക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യണമെങ്കിൽ റോ മെറ്റീരിയൽസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലെ വർക്കേഴ്സ്, ഇവർക്ക് വേണ്ടി ഒരു ഓർഗനൈസേഷൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ്. അതേപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് കൺസ്യൂമേഴ്സ്. അതായത് സൊസൈറ്റിയിലെ ഒരു പാർട്ടായ കൺസ്യൂമേഴ്സ് ഈ ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന് വേണ്ടി
ആവശ്യക്കാർ കാണണം. ഇങ്ങനെ രണ്ട് സിസ്റ്റംസ് നല്ല കണക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ, അതായത് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ, ഇവരുടെ ഇടയിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആവശ്യമാണ്. ലൈക്ക് ഫോർ ദ വെൽഫെയർ ഓഫ് ദീസ് പീപ്പിൾ. അതിനു വേണ്ടി ഇവർ തമ്മിലുള്ള ഒരു പ്രോപ്പർ വർക്കിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന കുറച്ച് റൂൾസിനെ നമുക്ക് വർക്ക് എത്തിക്സ് എന്ന് പറയാം. ലൈക്ക് വർക്ക് എത്തിക്സ് ഈസ് ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ് കൺസേൺ വിത്ത് വാല്യൂ ഓഫ് വർക്ക് വിച്ച് ഫോംസ് ദ മോട്ടിവേഷണൽ ഓറിയൻറ്റേഷൻ. ലൈക്ക് ഒരു ജോബ് ഉണ്ടെങ്കിൽ അതിനോടുള്ള നമ്മുടെ ആത്മാർത്ഥത, ഒരു സാലറി കിട്ടുന്ന ജോബിനേക്കാളും ഉപരി നമ്മൾ ആ ജോബിനെ എത്രമാത്രം ആത്മാർത്ഥത പുലർത്തുന്നു എന്ന് ഷോ ചെയ്യാൻ വേണ്ടി വർക്ക് എത്തിക്സിനെ യൂസ് ചെയ്യാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ വർക്ക് എത്തിക്സ് എൻഷുർ ചെയ്യാനുണ്ടെന്ന് പറയുന്നു. ലൈക്ക് ജോബ്, ക്രിയേറ്റ് വെൽത്ത്, ഏൺ സാലറി. ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും സാലറി കിട്ടും. അതിലൂടെ അയാളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യും, വെൽത്ത് ഇൻക്രീസ് ചെയ്യും. സേഫ്റ്റി ഇൻ വർക്ക് പ്ലേസ്, ഹെൽത്ത് ആൻഡ് ഹൈജീൻ, സെക്യൂരിറ്റി. ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ഹസാർഡസ് റീജിയനിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ എടുക്കുന്ന സേഫ്റ്റി പ്രിക്കോഷന് ഇൻക്ലൂഡ് ആവും. അതേപോലെ തന്നെ വർക്കിന് ശേഷം റിട്ടയർമെൻറ്റ് പ്ലാൻസ്, പെൻഷൻസ് അതിനെയും ഇൻക്ലൂഡ് ചെയ്യും. ഇതുപോലെ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് വർക്ക് എത്തിക്സിന്. സൊസൈറ്റിയുടെ വെൽഫെയർ ആയാലും സോഷ്യൽ ഡെവലപ്മെൻറ്റിനായാലും അതേപോലെ എൻവയോൺമെൻറ്റിനും. ഇങ്ങനെ വർക്ക് എത്തിക്സ് ഒരു വർക്ക് പ്ലേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസും ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ലൈക്ക് നല്ല ഹസാർഡസ് മെറ്റീരിയൽസൊക്കെ ഒരു ഇൻഡസ്ട്രി റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്തിട്ട് റിലീസ് ചെയ്യുക. ഇങ്ങനെ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി വർക്ക് എത്തിക്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിൽ വർക്ക് എത്തിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലക്സ് സോഷ്യൽ പ്രോബ്ലംസ് അറൈസ് ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയാണ് അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ ഒരു ആൾ ജോബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് വലുതായാലും ചെറുതായാലും അതിനനുസരിച്ചുള്ള ബഹുമാനവും ആദരവും ഒരാൾ എന്തായാലും ആഗ്രഹിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു സൊസൈറ്റിയിൽ അയാളുടെ സ്റ്റാറ്റസ് വർദ്ധിക്കുമ്പോൾ അയാളുടെ വർക്കിനെ കുറച്ച് മീനിങ് ഫുൾനെസ്സും അതുപോലെ തന്നെ അയാളുടെ സെൽഫ് റെസ്പെക്റ്റും പേഴ്സണൽ ഐഡൻറ്റിറ്റിയും ഇൻക്രീസ് ചെയ്യാൻ ഈ വർക്ക് എത്തിക്സ് കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഒരു വർക്ക് എന്തായാലും ഒരാളുടെ സാലറി ഏൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സാലറി ഏൺ ചെയ്യുമ്പോൾ എന്തായാലും അയാളുടെ ഈ ഒരാൾ മറ്റൊരാളിലുള്ള ഡിപ്പെൻഡൻസി ഡിക്രീസ് ചെയ്യും. അതേപോലെ തന്നെ അയാളുടെ ബേസിക് നെസസിറ്റി ആയാലും അല്ലാതെ ലക്ഷറീസ് ലൈഫിന് വേണ്ടി ആയാലും അയാൾ ഏൺ ചെയ്യുന്നതിനനുസരിച്ച് അയാളുടെ സ്റ്റാറ്റസ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ബാർഗെയിൻഡ് പേയ്മെൻറ്റ് ഷുഡ് ബി ഡിസ്കറേജ്ഡ്. വർക്ക് എത്തിക്സ് ജസ്റ്റ് ഇൻഡിവിജ്വൽ ബേസിസിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താണ് സംസാരിച്ചത്. ലൈക്ക് ഒരു വ്യക്തി വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് ആ വർക്ക് പ്ലേസിൽ കിട്ടുന്ന ഇമ്പോർട്ടൻസ്. ബട്ട് അത് മാത്രമല്ല, എക്സ്പ്ലോയിറ്റേഷനും ഇതിൽ സാധിക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരു സ്കിൽഡായ ആൾക്ക് ഇൻഡസ്ട്രി അതിനനുസരിച്ച് റെക്കഗ്നിഷൻ കൊടുക്കാതെ അയാളുടെ ഡിസർവ് ചെയ്യുന്ന അത്രയും ബെനിഫിറ്റ്സ് കൊടുക്കാതെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഒരു എക്സ്പ്ലോയിറ്റേഷനായിട്ട് പറയാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം അത്രയ്ക്ക് സ്കിൽഡായുള്ള അല്ലാത്ത ഒരാൾ ഇൻഡസ്ട്രിയിൽ നിന്നും അയാൾ ഡിസർവ് ചെയ്യുന്നതിൽ കൂടുതൽ ബെനിഫിറ്റ്സ് വാങ്ങുമ്പോൾ ഇൻഡസ്ട്രിയെയും അയാൾ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ രണ്ടും സംഭവിക്കാതെ കറക്റ്റായിട്ട് ഒരാളുടെ എത്രമാത്രം സ്കിൽഡാണോ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സും ആവശ്യങ്ങളും അയാൾക്ക് നൽകണമെന്ന് വർക്ക് എത്തിക്സ് പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് പ്രൈവസി. ഒരു എംപ്ലോയി, അതൊരു വുമൺ ആയാലും മെൻ ആയാലും, അവിടെ വർക്ക് പ്ലേസിൽ സേഫ്റ്റിയും പ്രൈവസിയും അവർ ഡിസർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എംപ്ലോയ്മെൻറ്റിൻ്റെ കോൺഫിഡൻഷ്യലാലിറ്റി. അയാൾ വർക്ക് ചെയ്യുമ്പോൾ അയാളുടെ കമ്പനിയും അയാളും തമ്മിലുള്ള ഒരു ട്രസ്റ്റും ലോയൽറ്റിയും ഇൻക്രീസ് ചെയ്യാൻ ഇങ്ങനൊരു എംപ്ലോയിക്ക് പ്രൈവസി നൽകുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സെക്യൂരിറ്റി ഡ്യൂറിങ് ജോബ് ആൻഡ് അപ്പോൺ റിട്ടയർമെൻറ്റ്. ഇങ്ങനെ നമ്മൾ റിട്ടയർമെൻറ്റ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ മിക്കവാറും നമ്മൾ വിചാരിക്കുന്ന പബ്ലിക് സെക്ടറോ ഗവൺമെൻറ് ജോബ്സിലോ കിട്ടുന്ന പെൻഷൻ അങ്ങനെയായിരിക്കും. ബട്ട് അത് മാത്രമല്ല, പബ്ലിക് സെക്ടറിലും കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിലും ഇതേ കോൺസെപ്റ്റ് കൊണ്ടുവരണമെന്നുള്ള കാര്യങ്ങൾ വർക്ക് എത്തിക്സ് പറയുന്നുണ്ട്. ലൈക്ക് മൾട്ടിനാഷണൽ കമ്പനീസിലായാലും ജോബിന് ശേഷം അവർക്ക് അതിനുള്ള ബെനിഫിറ്റ്സ് കിട്ടണം എന്നുള്ള കോൺസെപ്റ്റ്.
ബട്ട് കുറച്ച് വെസ്റ്റേൺ തോട്ട്സ് ആയ മെറിറ്റ് ഓൺലി, ഹയർ ആൻഡ് ഫയർ, പേ ആൻഡ് യൂസ്, ഈ കോൺസെപ്റ്റ് ബേസിക്കലി പറയുന്നത് അവർ ജോബ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള സാലറി, അപ്പോൾ മാത്രം ഇൻഡസ്ട്രിയും ആ ഇൻഡിവിജ്വലും ആയിട്ടുള്ള കണക്ഷൻ മതി, അതിനുശേഷം നോ അവർ തമ്മിലുള്ള ഒരു ലിങ്കും ഇല്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റ് കുറച്ച് വെസ്റ്റേൺ കൾച്ചേഴ്സിലുണ്ട്. ഈ കൾച്ചർ തന്നെ ഇന്ത്യയിൽ നമ്മൾ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും സെയിം ആയിട്ട് ഇങ്ങനെ റിട്ടയർമെൻറ്റ് പ്ലാൻസിനുള്ള ഡിബേറ്റ്സ് നടക്കുമ്പോൾ ഈ വെസ്റ്റേൺ തോട്ട്സ് ഇവിടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ കുറച്ച് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് റെക്കഗ്നിഷൻ ടു നോൺ വർക്ക് ആക്ടിവിറ്റീസ്. അതായത് ഡെവലപ്ഡ് കൺട്രീസിലെ ആൾക്കാർ മിക്കപ്പോഴും വർക്കിനൊരു പ്രൈം ഇൻട്രസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. അവരതിലുപരി സോഷ്യൽ സർവീസും ലെഷർ ആക്ടിവിറ്റീസിനെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയല്ല മീൻസ് വർക്കിനേക്കാളും ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ വർക്ക് എത്തിക്സ് ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്, അതിനുള്ള സാധ്യത കുറവാണ് എന്നിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അടുത്ത നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹാർഡ് വർക്ക് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അതായത് ഇവിടെ ക്ലിയർലി മെൻഷൻ ചെയ്യുന്നത് ഒരു റിക്ഷ പുള്ളറും അതുപോലെ തന്നെ ഒരു ഓഫീസ് വർക്കറും ചെയ്യുന്ന ജോബിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ബട്ട് ഒരു റിക്ഷ പുള്ളർ ചെയ്യുന്ന മാനുവൽ വർക്കിനെ കുറച്ചും കൂടെ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി അവർക്ക് സഹായിക്കാൻ പറ്റും. അതായത് കുറച്ച് ഇൻവെൻഷനായ ഓട്ടോമേഷൻ, അതേപോലെ CNC സിസ്റ്റം, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെയുള്ള ഹ്യൂമൻ ബർഡൻ കുറച്ച് ഡിക്രീസ് ചെയ്യാണ്. എങ്കിലും ഇവരുടെ മാനുവൽ ലേബർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി ഒരു വെർച്വൽ വർക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ അടുത്ത കാലത്ത് നമുക്ക് സാധിക്കാത്തത് കൊണ്ട് ഇവരെ ഏത് തരത്തിൽ ജോബ് ചെയ്താലും അതിനുള്ള ബഹുമാനവും ഒരു സൊസൈറ്റിയിൽ അവരോടുള്ള ഒരു അപ്രോച്ചും ഒരു വർക്ക് എത്തിക്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അടുത്ത നെക്സ്റ്റ് ടോപ്പിക്കാണ് എ ഡിഫറെൻറ്റ് വ്യൂ ഓഫ് വർക്ക് എത്തിക്സ്. ലൈക്ക് ആൾക്കാർ വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ബർഡനായിട്ട് മിക്കവാറും കൺസിഡർ ചെയ്യുന്നുണ്ട്, ലൈക്ക് ആൻ ഈവിൾ. ബട്ട് വർക്കിനെ വേറൊരു പെർസ്പെക്റ്റീവിൽ നോക്കണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ലൈക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ വേഴ്സായ ഈവിൾസ്, പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ മാറ്റാൻ കഴിയുന്ന ഒരു അപ്രോച്ചായിട്ട് വർക്കിനെ കൺസിഡർ ചെയ്താൽ കൂടുതൽ അതിനെ ഇഷ്ടപ്പെടാനും വർക്ക് എത്തിക്സ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. ലൈക്ക് ഇങ്ങനെ ഒരു ഈവിൾ ഫോമിൽ വർക്കിനെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് അൺഹാപ്പിനെസ്സും അതേപോലെ ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു പോസിറ്റീവ് അപ്രോച്ച് വർക്കിനെ ടുവേർഡ്സ് എടുക്കണമെന്ന് വർക്ക് എത്തിക്സ് ക്ലിയർലി മെൻഷൻ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ്ലി ഇത് കൺക്ലൂഡ് ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാൽ വർക്ക് എന്ന് പറയുന്നത് ഒരു നെസസിറ്റി അല്ല, മീൻസ് നെസസിറ്റി എന്നല്ല, വർക്ക് ചെയ്യണമെന്നും ചെയ്യേണ്ടെന്നും ഒരു വ്യക്തിയുടെ ആഗ്രഹമാണ്, ലൈക്ക് ഹിസ് ഡിസിഷൻസ്. ബട്ട് ഒരു വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ ബോഡി ആൻഡ് മൈൻഡ്. ഹ്യൂമൻ ബീയിങ്സിന് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിലൂടെ, അതായത് ഒരു സെൽഫ് ഇൻഡിപെൻഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ അയാളുടെ റെസ്പെക്റ്റും എസ്റ്റീമും എല്ലാം ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അയാളുടെ വെർത്തിയും അഡ്മയറബിളും അയാളുടെ വാല്യൂസൊക്കെ ഇൻക്രീസ് ചെയ്യാനും അതേപോലെ ഒരു സൊസൈറ്റിയിൽ അയാളുടെ സ്റ്റേറ്റസ് ഇൻക്രീസ് ചെയ്യാനും വർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് ഒരു ബെറ്ററായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടി വർക്ക് എത്തിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വർക്ക് എത്തിക്സിനനുസരിച്ച് വർക്ക് ചെയ്യുമ്പോൾ അയാളുടെ സൊസൈറ്റിയിലെ സ്റ്റേറ്റസും അതേപോലെ തന്നെ അയാളുടെ സ്വന്തം ഫീൽ ചെയ്യുന്ന സെൽഫ് റെസ്പെക്റ്റും പേഴ്സണൽ ഐഡൻറ്റിറ്റിയും ഇൻക്രീസ് ചെയ്യാൻ വർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് അയാൾക്ക് വേണ്ടിയല്ല, ഇപ്പം ഒരാൾ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ അത് കാരണം അയാളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ അയാൾക്ക് കഴിയും. ഫാമിലി ടു സൊസൈറ്റി ടു നാഷൻ, ലൈക്ക് ഒരു നാഷണൽ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ ഒരാളുടെ വർക്കിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ ഒരാൾ വർക്ക് ചെയ്യുന്നത് അയാൾക്ക് മാത്രമല്ല, ഇറ്റ് ഈസ് എ കോൺട്രിബ്യൂഷൻ ടു ദ നേഷൻ, അങ്ങനെ കൺസിഡർ ചെയ്യണമെന്നും വർക്ക് എത്തിക്സ് പറയുന്നുണ്ട്. ലൈക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്, ഇങ്ങനെ വർക്ക് എത്തിക്സിന് അനുസരിച്ച് വർക്ക് ചെയ്യുന്നതിലൂടെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ബേസിക്സ് കാര്യങ്ങളിൽ തന്നെ നമുക്ക് പറ്റും. അത് നമ്മൾ ഫസ്റ്റേ പറഞ്ഞാണ് പ്രിക്കോഷൻസ് എടുക്കുന്നത് ഒരു വർക്ക് പ്ലേസിൽ ഹസാർഡസ് റീജിയൻസിലും അതേപോലെ തന്നെ സേഫ്റ്റിക്കും വേണ്ടി കുറേ പ്രിക്കോഷൻസ് എടുക്കുമ്പോൾ ഇതേ സെയിം റെഗുലേഷൻസ് നമുക്ക് എൻവയോൺമെൻറ്റിനെ എന്തെങ്കിലും അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുമ്പോഴും പ്രശ്നങ്ങൾ
ഇല്ലാതാക്കാൻ വേണ്ടി വർക്ക് എത്തിക്സ് വർക്ക് പ്ലേസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അൺഎംപ്ലോയ്മെൻറ്റും അതേപോലെ പ്രശ്നങ്ങളും എല്ലാം ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് തരത്തിൽ വർക്കിനെ അപ്രോച്ച് ചെയ്യാൻ വർക്ക് എത്തിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നും അത് എല്ലാവരും ഫോളോ ചെയ്ത് ഒരു ബെറ്റർ സിറ്റിസൺസ് ആക്കണമെന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്.